എന്ത് വേണം? നമസ്കാരം സാർ. ഞാൻ ഒരു ജീവിതശൈലി രോഗങ്ങളും അതിന്റെ പ്രതിവിധിയും എന്നൊരു ബുക്കായിട്ട് വന്നിട്ടുണ്ട്. ബുക്കൊന്നും ഇവിടെ വേണ്ട. സാറിന് പറ്റിയ ബുക്കാണ് സാർ. എനിക്ക് പറ്റിയ ബുക്കാ അസുഖത്തിന്റെ. ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണ്. എനിക്കൊരു അസുഖം വരില്ല, ഒരു അസുഖം ഇല്ല. എന്താ സാറൊന്ന് വായിച്ചു നോക്ക്, ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ മതി. അതിന്റെ ആവശ്യമൊന്നുമില്ല, അത് ശരിയാവില്ല. സാറ് വായിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കാശ് തന്നാൽ മതി. പ്ലീസ് സാർ, ഞാനൊന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേന് സാറ് ഈ ബുക്ക് എനിക്ക് തിരിച്ചു വന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പുലിവാലായാലത് കൊണ്ടുപോയി കിടന്ന. A few moments later. അയ്യോ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഞാനിപ്പോ ചാവും. ഞാൻ വലിയൊരു രോഗിയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്. എന്താ സാറേ? ഞങ്ങൾ ഒച്ചയിട്ടിട്ട് വന്നാണ്. വന്ന് നോക്കിയപ്പോ ഇതാണ് അവസ്ഥ. എടാ, സംസാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കടാ. ഞാനിപ്പോ Flashback. അവന്റെ ഒരു ബുക്ക് എന്തായാലും വായിച്ചു നോക്കാം. വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാലോ. രോഗലക്ഷണങ്ങൾ. നിങ്ങൾക്ക് സ്ഥിരമായി കാൽ കഴപ്പ്, കാൽ തരിപ്പ്, മുട്ടുകാൽ വേദന അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അത് ആമവാദത്തിന്റെ ലക്ഷണമാണ്. ആമവാദം. നിങ്ങൾക്ക് വയറുവേദന, വയറിളക്കം, ഛർദില് അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ അത് അൾസറിന്റെ ലക്ഷണമാണ്. ഇടക്കിടക്ക് വയറുവേദനയൊക്കെ ഉണ്ടല്ലോ, അൾസറാണ്. ചെവികുത്ത്, തലമരവിപ്പ്, തലകറക്കം എന്നിവ അനുഭവപ്പെടാറുണ്ടോ? ഇടക്ക് തലകറക്കം ഉണ്ടല്ലോ, അതെന്താണോ? എങ്കിൽ അത് ഇയർ ബാലൻസിന്റെ ലക്ഷണമാണ്. ഇടത് കൈ തരിപ്പ്, നെഞ്ചുവേദന, വെട്ടി ഉയർക്കൽ ഉണ്ടാകാറുണ്ടോ? അത് അറ്റാക്കിന്റെ ലക്ഷണമാണ്. അറ്റാക്ക. അയ്യോ, ഇതിൽ പറഞ്ഞ രോഗമൊക്കെ എനിക്കുണ്ടല്ലോ. അയ്യോ, എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഞാനൊരു രോഗിയാണ്. അയ്യോ, ഞാനിപ്പോ ചാവേ. എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടോ. അയ്യോ, എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഇതിന് പറഞ്ഞ രോഗമൊക്കെ എനിക്കുണ്ട്. അയ്യോ, എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഞാൻ രോഗിയാണ്. ഞാനിപ്പോ ചാവേ. അയ്യോ.